السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. الله نزل أحسن الحديث كتابا متشابها مثانيا تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ബഹുമാന്യരെ, സലഫികൾക്ക് വളരെ സന്തോഷമുള്ള കുറച്ചു ദിനങ്ങളാണ് നമുക്കിടയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജിന്നുകൂടാരം ആകെ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ സാലിഷ് വാടാനപ്പള്ളി എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സാധാരണ പ്രവർത്തകൻ പന്നിപ്പാറയിൽ തുടങ്ങി, ശേഷം നാസർ സുല്ലമി കോഴിച്ചനയിൽ കൈകാര്യം ചെയ്ത് ഇപ്പോഴത് പത്തപ്പെരിയത്ത് എത്തിയപ്പോൾ ഉണ്ടായ വ്യത്യാസം, ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന നിങ്ങളുടെ വാദത്തിന് വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തുണ്ടോ, ആ ആയത്തിന് ഏതെങ്കിലും ഒരു സ്വഹാബി ഇത്തരം വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ എന്ന് കോഴിച്ചനയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ഉത്തരം ഉണ്ട് മൗലവി, ഉണ്ട് എന്നാണ്. എന്നാൽ പത്തപ്പെരിയത്തെത്തി അബ്ദുറഹ്മാൻ സലഫി ഒരിക്കൽ കൂടി ചോദിച്ചു, ഉണ്ടോ മൗലവി, ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ പറഞ്ഞ ഇല്ല മൗലവി, ഇല്ല എന്നാണ്. ഇന്ന് ആവർത്തിച്ച് അബ്ദുറഹ്മാൻ സലഫി ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല, അത് വസീലത്തു ശിർക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉണ്ടോ? ഇന്നദ്ദേഹം പറയും ഇല്ല എന്ന്. ഖുർത്തുബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതെന്ത് സംവാദമാണ്, മനസ്സിലാക്കണം. ഇല്ല എന്ന് പറഞ്ഞ് ജയിക്കാൻ വന്ന ഒരു കൗമ്, അതിന് തെളിവില്ല ഞങ്ങളുടെ കയ്യിൽ എന്ന് വാദിച്ചിട്ട് വാദപ്രതിവാദം നടത്താൻ വരുന്ന ഒരു കൗമ് ഭൂലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ജിന്നുവാദികളെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഗതികേട് ഇവർക്കുണ്ടായത്? യാതൊരു തെളിവും യാതൊരുവിധ പ്രമാണവും ഈ സാധുക്കളുടെ കയ്യിലില്ല. ആകെയുള്ളത് ഒരു അരമുസ്ലിയാരാണ്. ആ അരമുസ്ലിയാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അരമുസ്ലിയാരല്ല, വലിയ മൗലവിമാർ അഥവാ ഡിഗ്രി എടുത്ത മൗലവിമാർ വന്നാൽ തന്നെ അവരെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ പോക്കറിക്ക മതി.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോക്കരക്കട സംവാദം. മറുഭാഗത്ത് വന്നിരുന്ന ഡിഗ്രി എടുത്ത 3 മൗലവിമാർ നിരന്നിരിക്കുമ്പോൾ ആ 3 മൗലവിമാരോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വാദപ്രതിവാദം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണ പ്രവർത്തകനായ പോക്കറുക്ക മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫൈസൽ മുസ്ലിയാർക്ക് പോക്കറുക്ക പോരാ. അല്ല, ഫൈസൽ മുസ്ലിയാർ അങ്ങോട്ട് പോകൂല, അതാണ് വിഷയം. പിന്നെന്തിനാ ഫൈസൽ മുസ്ലിയാരെ ഒന്ന് പൊട്ടിച്ചത്? അത് പൊട്ടിക്കാൻ ഒരു കാരണമുണ്ട്. ഫൈസൽ മുസ്ലിയാരുടെ മൂട്ടിൽ കുറെ മൗലവിമാർ ഒളിച്ചിരിക്കുന്നുണ്ട്. ഫൈസൽ മുസ്ലിയാരെ മറപിടിച്ച് കുറച്ച് മൗലവിമാർ ഒളിച്ചു നടക്കുന്നു. അതിൽപ്പെട്ട ആളാണ് PN, അതിൽപ്പെട്ട ആളാണ് ഹുസൈൻ സലഫി, അതിൽപ്പെട്ടയാളാണ് സക്കരിയ സ്വലാഹി. ആയുഷ്കാലത്ത് ജീവനുണ്ടെങ്കിൽ, പറയുന്ന ആദർശത്തോട് കൂറുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ആയത്ത് പഠിച്ച് ഈ സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഡിഗ്രി എടുത്ത് ഈ സമുദായത്തിൽ ഇറങ്ങി തൗഹീദ് പറയാനാണ് നിങ്ങൾ ഈ സമൂഹത്തിനിടയിൽ ഇറങ്ങി നടക്കുന്നതെങ്കിൽ, അബ്ദുറഹ്മാൻ സലഫി കാണിച്ച ഈ ധൈര്യം കാണിക്കാൻ മറുഭാഗത്ത് ഡിഗ്രി എടുത്ത ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഏതെങ്കിലും മൗലവിമാർക്ക് ഇനി ധൈര്യമുണ്ടോ? ഭൂമി ലോകത്ത് ധൈര്യമുണ്ടാകുമോ എന്ന് മുജാഹിദുകൾ ആർജവത്തോടെ വെല്ലുവിളിക്കുകയാണ്. ഇത് മുജാഹിദുകളുടെ ദിനമാണ്, ഇത് സലഫികളുടെ ദിനമാണ്. ഏതെങ്കിലും ഒരു മൗലവിക്ക്, അത് ആരാകട്ടെ, ഷാർജയിൽ നിന്ന് ലക്ഷക്കണക്കിന് മുടക്കിയാൽ മാത്രം കേരളത്തിലെത്തുന്ന ആൾ മുതൽ, ഇനി അതല്ല വലിയ നേതാവായി ചമയുന്ന PN മുതൽ, ഇനി അതല്ല അവർക്ക് പിൻബലം നൽകി ഈ സമൂഹത്തിനിടയിൽ ഇറങ്ങിത്തിരിച്ച സക്കരിയ മൗലവി മുതൽ, ഏതെങ്കിലും ഒരു മൗലവിക്ക്, മറുഭാഗത്തുള്ള മൗലവിക്ക് അബ്ദുറഹ്മാൻ സലഫി കാണിച്ച ആർജവം കാണിക്കാൻ നട്ടലുണ്ടോ? ഇല്ല. പിന്നെ ഈ പാവപ്പെട്ട അരമൂല്യാരെ പറഞ്ഞു വിടും. സാധാരണ നമ്മൾ പറഞ്ഞു ബിസ്മി ചൊല്ലി വിടുക, കടിച്ചുകൊണ്ട് വരുന്നതൊക്കെ ലാഭമാണ്. ഇങ്ങനെ ബിസ്മി ചൊല്ലി വിടുന്ന ഈ മുസ്ലിയാരല്ലാതെ ആരെങ്കിലും ഇതുവരെ ഒരു ആർജവം കാണിക്കാൻ വേണ്ട? അബ്ദുറഹ്മാൻ സലഫി വേണ്ട, നമ്മുടെ പോക്കറിക്കട മുന്നിൽ നിൽക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഫൈസൽ മുസ്ലിയാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ കണ്ടു. ഈ ജാതി മൊയ്ലാന്മാർ ഇന്നു വന്നതല്ല, അല്ലെങ്കിൽ ഇന്ന് കാണാൻ തുടങ്ങിയതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദപ്രതിവാദ ചരിത്രം, ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നിടുമ്പോൾ ബഹുമാനനായ അലവി മൗലവിയെ പോലുള്ള ആളുകൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ധരിച്ചുകൊണ്ട് ശിർക്കിന്റെ കോട്ടകളെ പിടിച്ചു കുലുക്കുമ്പോ, അന്ന് അലവി മൗലവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ആളുകൾ അവരിതുപോലെ തന്നെ ഒരു മുസ്ലിയാരെ കൊണ്ടുവന്നു. കറ്റാനംപതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പതി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വഹാബികൾക്ക് ഭയമാണ് എന്നാണ് അക്കാലഘട്ടത്തിൽ പതിയെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ആ പതി നമുക്കറിയാം 1953 പൂനൂര് വന്നു. പൂനൂര് വന്നപ്പോ മുജാഹിദുകൾ ചെന്ന് ഒരൊറ്റ ചോദ്യമാണ് പതിയോട് ചോദിച്ചത്. അന്ന് ജിന്നല്ല, അന്ന് മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും മമ്പുറത്തെ തങ്ങളൊക്കെയാണ്. അന്ന് ജിന്നില്ല. ജിന്ന് ഭൂമിയിലില്ല എന്നല്ല, ജിന്ന് വിവാദത്തിലില്ല. പാവം ജിന്ന് അതവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. അന്ന് ഇപ്പറയുന്ന മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും മമ്പുറത്തെ തങ്ങളും ബദരീങ്ങളൊക്കെയാണ്. അന്ന് അലവി മൗലവി ചോദിച്ചു, അല്ല, മുജാഹിദുകളെ മൂക്കിൽ വലിക്കാൻ വന്ന കറ്റാനത്തുകാരൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, റിഫായി ഷെയ്ഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അവരോട് വിളിച്ചു തേടാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നൊരായത്ത് ഉണ്ടോ? ഉദ്ധരിക്കാൻ കഴിയോ? പതി ഫൈസൽ മുസ്ലിയാരെക്കാളും മാന്യനായിരുന്നു. അയാളൊരായത്തോതിയില്ല. അയാൾ നേരെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ചോദ്യം ആരെ ആദ്യം ചോദിക്കണമെന്ന വ്യവസ്ഥയിൽ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് ശരിയായില്ല. അലവി മൗലവി എഴുന്നേറ്റ് പറഞ്ഞു, ചോദ്യം ആദ്യം ചോദിക്കണമെന്ന് വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് മൗലിയാരെ ഞാൻ ചോദിച്ചത്, മറുപടി പറയണം. അപ്പൊ മറ്റേ ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ചോദ്യം ആര് ആദ്യം ചോദിക്കണമെന്ന് വ്യവസ്ഥയിൽ ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന് അതിനർത്ഥമില്ല.
അപ്പൊ അലവി മൗലവി എഴുന്നേറ്റ് പറഞ്ഞു, വ്യവസ്ഥയിൽ ആര് ആദ്യം ചോദിക്കണമെന്ന് എഴുതിയിട്ടില്ലാത്തതിനാൽ നിങ്ങൾക്കും ചോദിക്കാം, എനിക്കും ചോദിക്കാം, ഞാൻ ചോദിച്ചു, നിങ്ങൾ മറുപടി പറയണം. ഇങ്ങനെ പറഞ്ഞ് അവസാനം നേരം വെളുക്കുന്നത് വരെ ഒരായത്ത് തൊള്ളേന്ന് പുറത്തേക്ക് വീണില്ല. കാരണം ആ കാലഘട്ടം അങ്ങനെയാണ്. സംഗതി ശിർക്ക് പറയാൻ വന്നാണെങ്കിലും ദുർവ്യാഖ്യാനിക്കാനൊരു പേടി, ആയത്തോതാനൊരു ഭയം ഒക്കെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തിയ മുസ്ലിയാർ നമ്മുടെ മുടി മുസ്ലിയാർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അതിനൊരു മാറ്റം വരുത്തി. കാരണം മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി കൊട്ടപ്പുറത്ത് വെച്ച് ഏകദേശം 30 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു മറുഭാഗത്തോട്. അലവി മൗലവി ചോദിച്ച അതേ ചോദ്യം മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടോ, ഏതെങ്കിലും ആയത്ത് ഉദ്ധരിക്കാമോ എന്നാ ചോദ്യം. മറുഭാഗത്ത് എഴുന്നേറ്റ മുസ്ലിയാർ പറഞ്ഞത് ഉണ്ട് മൗലവി, ഉണ്ട് എന്നാണ്. എന്നിട്ട് ആയത്തോതി വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്ത്, കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് ചോദിച്ചു നോക്കൂ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മരിച്ചവരല്ലേ, മരിച്ചവരോട് ചോദിക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചതാരാ? അള്ളാഹുവിന്റെ ഖുർആൻ ആയത്ത് ഓതി ദുർവ്യാഖ്യാനിക്കുന്ന ഈ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചതാരാ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അതിന് പിൻബലം കൊടുത്തതോ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള ആളുകളാണ്. ഈ രൂപത്തിൽ ആ കാലഘട്ടത്തിൽ വളരെ സജീവമായ നിലക്കുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നപ്പോൾ അള്ളാഹുവിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്കിനെ ശിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ രംഗപ്രവേശം ചെയ്ത മുസ്ലിയാക്കന്മാരുണ്ടായി. കാലാന്തരത്തിൽ എന്താ സംഭവിച്ചത്? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവർ തന്നെ വാദപ്രതിവാദം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തുടങ്ങി. എന്തെല്ലാം തരത്തിലെ സംവാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഒരു കാലഘട്ടത്തിൽ മുജാഹിദുകളെ മൂക്കിൽ വലിക്കുവാൻ വേണ്ടി ഇറക്കുമതി ചെയ്ത പതി കുറച്ച് മൂത്തപ്പോൾ പറഞ്ഞു, ഇവിടെയുള്ള ആളുകളൊക്കെ അല്ലാന്നാ പറയണത്, അത് ശരിയല്ല, അല്ലാന്ന് പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറയേണ്ടത്, നേരെ മറിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. തഫ്ഖീം തർഖീം, ആ തഫ്ഖീം തർഖീഖ് വിവാദങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായി. അങ്ങനെ പതിയും ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ നെയ്യൻ മുഹമ്മദ് മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും കൂടി പതിയുമായി വാദപ്രതിവാദം നടത്താൻ വേണ്ടി പോകുമ്പോ തന്റെ കൂടെയുള്ള ഇ കെ അബൂബക്കർ മുസ്ലിയാരോട് മറ്റേ മുസ്ലിയാർ ചോദിച്ചു, അപ്പുറത്തുള്ളത് പതിയാണ്, ആ പതിയുമായി ഏറ്റുമുട്ടുമ്പോൾ പതി വെറുതെ വരില്ല, അതുകൊണ്ട് പതിയെ തകർക്കാൻ വല്ലതും കയ്യിലുണ്ടോ, വല്ലതും ശേഖരിച്ചിട്ടുണ്ടോ, പതിയെ നമുക്ക് നേരിടാൻ പറ്റുമോ എന്ന് നെയ്യം മുഹമ്മദ് മുസ്ലിയാർ സംശയം പ്രകടിപ്പിച്ചപ്പോ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്രേ, ഞാൻ സംവാദത്തിനാണ് പോകുന്നത്, പതി അല്ല ഒന്നുണ്ട് എന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ട് എന്ന് സ്ഥാപിക്കും. ഇത് കേട്ട് നെയ്യം മുസ്ലിയാർ തെറ്റിപ്പോയി, നെയ്യുരുകിപ്പോയി. ഈ സംഭവം നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ നേരിടാൻ വേണ്ടി വന്നിരുന്ന, മാത്തോട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, കാന്തപുരം സമസ്തയിലേക്ക് ചേക്കേറിയിരുന്ന ആള്, അദ്ദേഹം ശംസുൽ ഉലമക്ക് ഒരു തുറന്ന കത്ത് എന്ന പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വെച്ച സംഭവമാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഈ രൂപത്തിൽ അല്ല ഒന്നുണ്ട് എന്ന് പറഞ്ഞ അപ്പുറത്ത് വന്ന ആൾ അല്ല രണ്ടുണ്ട് എന്ന് പറയും. ഇതാണ് മുസ്ലിംമാര് സംവാദത്തെ നോക്കിക്കണ്ട രൂപം. പക്ഷേ ഇവിടെ എല്ലാ മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വാദപ്രതിവാദ രംഗത്ത് മുന്നോട്ട് പോയി. ഏതാണ്ട് 100-200ഓളം വിഷയങ്ങളിൽ, സമസ്തക്കാരുമായി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം കാര്യപ്രസക്തമായ നിലക്ക് സംവാദം നടത്തി. അത് സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മാറ്റത്തിന് വേണ്ടിയായിരുന്നു. 1974 ഇവിടെ തൊട്ടടുത്ത പ്രദേശമായ കുണ്ടുതോട് വെച്ചെഴുതിയ വാദപ്രതിവാദ വിഷയങ്ങളിൽ ഒരു വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ അനുവദനീയമാണ് മുജാഹിദുകൾ.
അത് കറാഹത്താണ്, അനുവദനീയം എന്ന് പറയാൻ പാടില്ലാത്തതാണ് എന്ന് സമസ്തക്കാർ എന്ന് വരെ വിഷയം വാദപ്രതിവാദത്തിന് നിശ്ചയിച്ചുകൊണ്ട് 1974 കാലഘട്ടങ്ങളിൽ വാദപ്രതിവാദ വ്യവസ്ഥ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. അതിനു പുറമെ നമുക്കറിയാം 1969 താനാളൂരും 71 പൂനൂരും 76 കുറ്റിച്ചിറയിലും ഒക്കെ വ്യത്യസ്തങ്ങളായ കാലയളവുകളിൽ വമ്പൻ വാദപ്രതിവാദങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം നടത്തി. തൗഹീദിന്റെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്, തറാവീഹിന്റെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്, ഖുതുബയുടെ ഭാഷയുടെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്, സ്ത്രീ പള്ളിപ്രവേശത്തിന്റെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദം നടത്തി. അല്ലേ? അന്നൊക്കെ പറഞ്ഞത് മുജാഹിദുകളെ മൂക്കിൽ വലിച്ചു എന്നാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ തകർന്നിട്ടില്ല ഒരൊറ്റ വാദപ്രതിവാദം കൊണ്ടും. ഓരോ വാദപ്രതിവാദങ്ങളും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ മുന്നേറ്റത്തിന് കാരണമാവുകയുണ്ടായി. അല്ലേ? ഇപ്പൊ ഇന്ന് നോക്കുമ്പോ നസീറുദ്ദീൻ റഹ്മാനി ഇവിടെ ഉണ്ട്. അപ്പൊ ഇന്ന് ഫൈസൽ മുസ്ലിയാർ പറയാണ് റഹ്മാനി ഉണ്ടായിട്ട് കാര്യമില്ല, റഹ്മാൻ വേണം എന്നാ. റഹ്മാനി ഉണ്ടായിട്ട് റഹ്മാനി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് കാര്യം റഹ്മാൻ വേണം എന്നാ. ദുനിയാവിന്ന് റഹ്മാൻ നിങ്ങളെ കൈവിട്ടു. ഈ നിലക്കാള് നിങ്ങൾ പോകുന്നത് പരലോകത്ത് റഹ്മാനും നിങ്ങളെ വിടും. മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ശിർക്കിനെ ന്യായീകരിക്കുവാൻ വന്ന ആളുകൾ, ആ ആളുകൾ നടത്തിയ അടവുകൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കള്ളത്തെളിവുകൾ ഉണ്ടാക്കുന്നു, വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നു. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതല്ല, മുമ്പേ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഒക്കെ എല്ലാവർക്കും അറിയാലോ, മരിച്ചവര് ഖബറിൽ നിന്ന് കാണും എന്നുള്ളതിനൊരു മൊയിലാര് തെളിവ് പറഞ്ഞത്. കഴിഞ്ഞ വാദപ്രതിവാദ കാലഘട്ടങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 1971 പൂനൂര് വെച്ചുകൊണ്ട് നടന്ന വാദപ്രതിവാദത്തിലാണ് മരിച്ചോര് കാണും എന്നുള്ളത് തെളിവായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖബറടക്കിയിട്ടുണ്ടായിരുന്നത്. അവരുടെ മാത്രം ഖബറുണ്ടായിരുന്നപ്പോൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന വസ്ത്രം ധരിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ കയറി ചെല്ലുമായിരുന്നു. പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൂടി അവിടെ മറമാടിയതിനു ശേഷം നല്ല നിലക്ക് ഹിജാബ്, നല്ല വസ്ത്രം ധരിച്ച് പർദ്ദ ധരിച്ച് ശരീരം മുഴുവൻ മറച്ചുകൊണ്ടായിരുന്നു ആയിഷ ബീവി അവിടെ ചെന്നിരുന്നത് എന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, അത് അങ്ങനെ പോകാൻ കാരണം ഉമർ അവിടെ ഉള്ളപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉമർ കാണൂലേ, അതുകൊണ്ടാണ് ഈ ഖബറിൽ കിടക്കുന്ന ആൾ കാണുന്നത് കൊണ്ടാണ് പർദ്ദയിട്ട് പോയത് എന്ന ഒരു തെളിവ് അന്ന് മുലമാര് കണ്ടെത്തിയതാ. അന്ന് ബഹുമാനനായ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുന്നേറ്റ് തിരിച്ചു വെച്ചു, എന്ത് വിട്ടിത്ത മുലയെ പറയണത്. കാര്യം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്രയും നല്ല നിലക്ക് ഭദ്രമാക്കി ഒരു ചാൻ ഉയർത്തി ആ ഖബറിന്റെ ഉള്ളിക്കൂടി ഇതൊക്കെ തരണം ചെയ്ത് പുറത്തേക്കാണെങ്കിൽ ഈ തുടിക്കുള്ളിൽ ഉള്ളത് കാണാൻ വല്ല പ്രയാസം ഉണ്ടോ? ഈ ഖബർ തുളച്ച് പുറത്തേക്കാണ്, പക്ഷെ തുടിയുടെ ഉള്ളിലേക്ക് കാണൂല എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമല്ലേ എന്ന ഒരു ചോദ്യം കൊണ്ട് ഈ മുലയമാരും ഉണ്ടാക്കിക്കൊണ്ടുവന്ന സർവ്വ തെളിവുകളും തകർന്നുപോയി. കോഴിച്ചന സംവാദം കഴിഞ്ഞ് ഈ ഇത്രയും കാലയളവ് എന്താ പറയുന്നത്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. ഏത് ജിന്നിനോടുള്ള സഹായ നേട്ടം വസീലത്തു ശിർക്കാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിയാര് ആ വാദപ്രതിവാദത്തിൽ നടത്തിയ വെല്ലുവിളികളും അതുപോലെ തന്നെ ആ വാദപ്രതിവാദത്തിൽ പറഞ്ഞ സംഗതികളും ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ വെല്ലുവിളികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ ജിന്നിനോട് സഹായം തേടുന്നതിന് അത് ശിർക്ക് അല്ല, വസീലത്തു ശിർക്ക് ആകൂ എന്നുള്ളതിന് ഖുർആനിലെ തെളിവ് തന്നെ ഉണ്ട്, ആയത്തുണ്ട് എന്ന ആർജവത്തോടെ അദ്ദേഹം പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചു. ആ രൂപത്തിൽ പ്രഖ്യാപിച്ച മുസ്ലിയാര് ജനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്ക് ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ധാരാളം ആയത്ത് ഖുർആനിലുണ്ട്. ശിർക്കായതും
ശിർക്കല്ലാത്തതും വേർതിരിച്ചുകൊണ്ട് ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ആയത്തോടെ കാര്യമില്ലല്ലോ. എന്ന ആയത്ത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128 ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128 ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായത് 2 ആയത്തോതി, വസീത്ത് ശിർക്കായത് 1 ആയത്ത് മോദി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാവും പെട്ടു, വസീലയായ ഇസ്തിംതാവും പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. തൽക്കാലം അത് മതിയല്ലോ എന്ന് വെച്ചാൽ മൂപ്പരിങ്ങനെ സ്റ്റോക്ക് ഇട്ട് വെച്ചിരിക്കുക ഇവിടെ. തൽക്കാലം അത് മതിയല്ലോ, ഒറ്റ ആയത്തെ ഓതിയിട്ടുള്ളൂ. തൽക്കാലം അത് മതിയല്ലോ. എന്തിനാണ് മാന്യ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഈ മുസ്ലിയാർ ഈ ആയത്ത് ഓതിയത്? എന്തിനാണ് ഈ മുസ്ലിയാർ ആയത്തോതിയത്? വെറുതെ ഓതിയതല്ല, നേരെ മറിച്ച് മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യം ചെന്ന് പോതിയതാ. എന്തായിരുന്നു ചോദ്യം? കേട്ടോ, ആ ചോദ്യം കൃത്യമാണ്. എന്റെ ചോദ്യം, മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകൾ അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? അല്ലാഹ് കണ്ടോ, അതിന്റെ തെളിവെന്ത്? ഒരാള് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട്, ഇത്രയും കാലം ഇവർ പറഞ്ഞെന്താ? ഹാദിറാണ് ഖാദിറാണ് എങ്കിലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹാദിറല്ല ഗായിബാണ്, ഭൗതികമല്ല അഭൗതികമാണ്. ഈ അഭൗതികമായ അദൃശ്യമായ ജിന്നിനോട്, അതും മുസ്ലിം എന്ന ഇവരുടെ നിബന്ധന വെച്ചുകൊണ്ട് ആ മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല, അത് വസീലത്തു ശിർക്ക് ആകൂ എന്നതിന്റെ തെളിവെന്ത് എന്ന ചോദ്യം. ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് നൽകുന്നത്. ചോദ്യം അവ്യക്തമല്ല. വീണ്ടും കേൾക്കാം മറ്റൊരു ഭാഗത്ത്. അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. കണ്ടോ, അപ്പൊ ചോദ്യം വളരെ കൃത്യമാണ്. തെളിവെവിടെ? അതിനാണ് ഇയാൾ ആയത്തോതുന്നത്, ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുന്നത്. മാന്യ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇയാൾ എന്താ ഓതിയത്? നേരത്തെ കേട്ടല്ലോ, ഒന്നുകൂടി അത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അദ്ദേഹം ഓതുവാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അത് ഓതി സമൂഹത്തിന്റെ മുന്നിൽ ഫലിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഓതിയിട്ട് പിന്നെ പറഞ്ഞ കമന്റ്, ആ കമന്റ് എന്തായിരുന്നു? അപ്പോൾ രണ്ടിനും ഞാൻ ആയത്തോതി, വസീലയായതിനുണ്ടോ ആയത്തുണ്ടോ എന്നാണ് ഓതി. എന്ന ആയത്ത് പോലെ എന്നല്ല, എന്നാണ് വന്നത്. അതിന് ഇനി വസീലയായതുണ്ടോ ശിർക്ക് അല്ലാത്തതുണ്ടോ ഹറാമായതുണ്ടോ എന്നാണോ ഞാൻ ചോദിക്കുന്നില്ല, എന്റെ ചോദ്യമല്ല എന്ന് നിങ്ങൾ ചോദിക്കൂ. അപ്പൊ പറയാം. ഏത് സ്വഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ, ഏത് താബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞു തരാം, എണ്ണി എണ്ണി പറയാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീൽ ഉണ്ട് എന്ന്. വെറുതെ എല്ലാ കിതാബുമായി വന്നത്. നിങ്ങൾ അന്ന് പറഞ്ഞു കിതാബ് എടുത്ത 2 ആളെ ആവശ്യമുണ്ട് എന്ന്. 2 ആളെ കൊണ്ടുവന്നപ്പോ കിതാബ് കൊണ്ടുവരാൻ മറന്നോ എന്നാണ് എന്റെ ആശങ്ക. വല്ലാത്തൊരു ആശങ്ക തന്നെ. അദ്ദേഹം എന്താ പറയുന്നത്? ഇനി നിങ്ങൾക്ക് വേണോ? സഹാബി പറഞ്ഞത് വേണോ? താബിഈങ്ങൾ പറഞ്ഞത് വേണോ?
താബിഈങ്ങൾ പറഞ്ഞത് വേണോ? എണ്ണി 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 പറഞ്ഞു തരും. എന്തേ പത്തപ്പിരിയാത്ത എണ്ണാഞ്ഞത്? എണ്ണ വിട്ടുപോയതാ? എണ്ണം മറന്നുപോയതാ? അതോ സഹാബി പിണങ്ങിപ്പോയോ? അതോ താബിഈങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയോ? എന്തേ പത്തപ്പിരിയത്ത് വായിക്കാത്തത്, പറയാത്തത്? ചോദിച്ചല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ച നുണ പറഞ്ഞത് വിരിച്ചു ചോദിച്ചു. അല്ല, ഇത് വസീലത്തു ശിർക്കാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് സഹാബി വേറെ, ഇന്നത്തെ സഹാബി വേറെയാ? അന്നത്തെ കിതാബ് വേറെ, ഇന്നത്തെ കിതാബ് വേറെയാ? ആണോ മാന്യ സഹോദരങ്ങളെ? ഫൈസൽ മുസ്ലിയാർ അത് പറയുന്നത് ഞങ്ങൾക്ക് അറിയാ. ഫൈസൽ മുസ്ലിയാരുടെ കയ്യിൽ ഒരു തെളിവുമില്ലാതെ ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ പാറ പൊട്ടിച്ചത് ഇതിന്റെ ബാക്കിൽ കുറെ മനുഷ്യന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട് ഇതിന്റെ മറവില്. ഇന്ന് ഇടവണ്ണയിൽ പ്രസംഗിക്കണമെന്ന് കേട്ടത് സക്കരിയ സ്വലാഹി. എന്തിനാ അയാൾ വേറെ പോയി പ്രസംഗിക്കണത്? അവിടെ പോയി സലഫിയെ തെറി പറയണ എന്തിനാ? വേറെ പോയിട്ട് ആയത്തു ധരിക്കണ എന്തിനാ? വരൂന്നാ പറഞ്ഞത്. പത്തപ്പിരിയത്തേക്ക് കൊണ്ടുവാ, കെട്ടിവലിച്ച് കഴുത്തിൽ കയറിട്ട് കൊണ്ടുവാ. മുജാഹിദ് പ്രസ്ഥാനം അദ്ദേഹത്തെ നേരിടുവാൻ തയ്യാറാണെന്നാ പറഞ്ഞത്. ആരാ വേണ്ടത്? അബ്ദുറഹ്മാൻ സലഫി വേണോ? സക്കരിയ സ്വലാഹിക്ക്? ഇനി അതല്ല അതിന്റെ കീഴെ ആര് വേണം? ഹനീഫ കായക്കൊടി വേണോ? ഇനി അതല്ല പോക്കരിക്ക വേണോ? ഞങ്ങൾ റെഡിയാ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിന്റെ സംസ്ഥാന തലം മുതൽ ശാഖാതലം മുതൽ സാധാരണ പ്രവർത്തകർ മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾ വരെ ജിന്നവാദികളുമായി വാദപ്രതിവാദത്തിന് തയ്യാറാണ്. കൊണ്ടുവാ. നിങ്ങള് കൊണ്ടുവരുമോ? ജീവിതത്തിൽ കൊണ്ടുവരുമോ? ഇനി കൊണ്ടുവരുമല്ലോ. ഇനി ഫൈസലുമായിട്ട് നടത്തിയില്ലെന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ ഈ സാധുക്കൾ വരൂല്ല. എന്തേ കാരണം? കൂടൊഴിഞ്ഞു തുടങ്ങി, ആകെ പ്രശ്നമായി തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം നസീർ ഉദ്ദീൻ റഹ്മാനി ഇറങ്ങി. ഇന്നലെ ഡോക്ടർ സുബൈർ, ഇന്നലെ കാഞ്ഞിരമുറ്റത്ത് ഡോക്ടർ സുബൈർ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? കേരളത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് അനസ് മുസ്ലിയാർ അടക്കം ഈ ഡോക്ടർ സുബൈറിന്റെ അടുക്കൽ ആളെ ചികിത്സക്ക് വിട്ടിട്ടുണ്ട്. ഇത് ഈ ഇടവണ്ണയിൽ എത്ര തവണ പ്രസംഗിച്ചു? പത്തപ്പിരിയത്ത് എത്ര തവണ പ്രസംഗിച്ചു? ഇന്നലെ കൊണ്ടുവന്നിരുത്തി, ഡോക്ടർ സുബൈറിനെ മുന്നിലിരുത്തി, അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് സമ്മതിപ്പിച്ചു. ഒന്ന് എന്റെ പേരിൽ പറഞ്ഞത് കളവാണെന്നും മാത്രമല്ല, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സ അദ്ദേഹം തന്നെ നിർത്തിയെന്നും അതനിസ്ലാമികമായിരുന്നെന്നും ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് പരസ്യമായി അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ച് ഇന്നലെ മടങ്ങിപ്പോയി. മനസ്സിലാക്കണം നിങ്ങൾ. ഈ രൂപത്തിൽ ഒരു തെളിവും ഒരു ബലമില്ല എന്ന് മാത്രല്ല, ഈ വണ്ടി പൊളിഞ്ഞു, ജിന്നും വണ്ടി തകർന്നു. പണ്ട് അതിൽ ടയറിന് കാറ്റുണ്ടാവൂല, എൻജിൻ സ്റ്റാർട്ട് ആവൂല, സ്റ്റിയറിംഗ് ഊരിപ്പോരുക, ചവിട്ടിയ ബ്രേക്ക് കിട്ടൂല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പൊ ജിന്നും വണ്ടി ഉള്ളതും കൂടെ പൊളിഞ്ഞു, അല്ലെ? ഇതിനിടയ്ക്കല്ലേ നമ്മുടെ ലബ്ബ ഉസ്താദ് വന്നത്? ഇതിനിടയ്ക്ക ലബ്ബ ഉസ്താദ് വന്നത്. ഇന്നും ഫൈസൽ മുസ്ലിയാർ ഇടക്ക് സൂചിപ്പിച്ചു, വേണ്ടി വന്നാൽ ഞങ്ങൾ സക്കരിയയും പുറത്താക്കും. ഇന്നത്തെ സംവാദത്തിന് മൂപ്പര് ഇടക്ക് പറയുന്നുണ്ട്. എന്റെ മൂപ്പര് അത് ബാലൻസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്നെയും പുറത്താക്കും, ഞാൻ പറഞ്ഞാൽ എന്നെയും പുറത്താക്കും ഫൈസൽ മുസ്ലിയാർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും പറഞ്ഞു, അല്ലേ? അപ്പോഴും സലഫി എഴുന്നേറ്റ് ചോദിച്ചാൽ നിങ്ങൾ എവിടുന്നാ പുറത്താക്കല്? ഒരു തമാശ കൂടി സലഫി പറഞ്ഞു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി ഇംഗ്ലീഷ് പഠിച്ചു, വീട്ടിൽ വന്നു. അപ്പോ ബാപ്പ മോനോട് ഇംഗ്ലീഷ് പറയണം, പുറത്തേക്ക് പോകാൻ പറഞ്ഞു, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അവസാനം ഗെറ്റ് ഔട്ട് അടിച്ച് മോൻ പുറത്തേക്ക് പോയി. അകത്തേക്ക് പോകാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠനം അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ബാപ്പ ഇറങ്ങിയിട്ട് പറഞ്ഞു, അകത്തേക്ക് ഗെറ്റ് ഔട്ട്. ഇതുപോലെ ഇവരെ എവിടുന്നാണ് പുറത്താക്കുക? അകത്തേക്ക് ഗെറ്റ് ഔട്ടോ? മനസ്സിലാക്കണം. ലബ്ബ വന്നു. ലബ്ബ എന്താ പറഞ്ഞത്? ലബ്ബ പറഞ്ഞു നാരിയ സലാത്തിൽ ശിർക്കില്ല, നാരിയ സലാത്തിൽ ശിർക്കില്ല. നമ്മളിവിടെ ചർവണം ചെയ്താണ്. ശവത്തിൽ നമ്മളിട്ട് കുത്തരുതല്ലോ, ഏതായാലും അത് ശവമാണ്, കുത്തരുത്. എന്നാ ഓർക്കാൻ വേണ്ടി പറയാ, നാരിയ സലാത്ത് ശിർക്കില്ല. അപ്പൊ നമ്മുടെ സക്കരിയ ഉസ്താദ് എന്താ പറഞ്ഞത്? സക്കരിയ ഉസ്താദിന് അറിയാം, ഹുസൈൻ സലഫി സക്കരിയയെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ്
PN സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ്, പറപ്പൂര് സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി പരസ്യമായി സക്കരിയ മൗലവി സപ്പോർട്ട് ചെയ്ത ആളല്ല ലബ്ബ ഉസ്താദ്. അപ്പൊ ലബ്ബ ഉസ്താദ് അങ്ങനെ തള്ളാൻ പറ്റില്ലല്ലോ. അപ്പൊ പറഞ്ഞു നാരിയ സലാത്ത് വേണമെങ്കിൽ നമുക്ക് ശിർക്കല്ലാതെയും ആക്കാം, വ്യാഖ്യാനിച്ചാൽ മതി എന്നാ ഇയാൾ പറഞ്ഞത്. അന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ എന്താ, ഇത് രണ്ടും കഴിഞ്ഞപ്പോ ലബ്ബ പറഞ്ഞ സക്കരിയ സ്വലാഹി പറഞ്ഞതാണ് ശരി, അത് തന്നെയാണ് ലബ്ബയും പറഞ്ഞത്. ഉണ്ടോ, രണ്ടും ശരി അങ്ങനെ പറഞ്ഞു ഈ മുസ്ലിയാര്. അങ്ങനെ രണ്ടും ശരി എന്ന് പറഞ്ഞു പോയ മുസ്ലിയാര് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ലബ്ബയുടെ പോയി സംസാരിച്ചപ്പോ എനിക്ക് വീണ്ടും ബോധ്യപ്പെട്ടു, അന്താലൽ ഹഖ്, താങ്കൾ സത്യത്തിന്മേൽ തന്നെയാണ്. ഉണ്ടോ, ലബ്ബയോട് പോയി പറയാ അയാള്. അത് കഴിഞ്ഞു ലബ്ബ പിന്നെയും പൊട്ടിക്കാൻ തുടങ്ങി. ലബ്ബ പിന്നെയും ഓരോന്നിങ്ങനെ പൊട്ടിച്ച് അവസാനം മുജാഹിദിൽ പോയി ഇതുപോലൊന്ന് കുരക്കൊടിച്ചു. ആ മുല്ലേറി കുരക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു. ചോദിച്ചു, അല്ല നാരിയ സലാത്ത് ശിർക്കുണ്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഇവര് കാണാതിരിക്കല, ഞാൻ കാണുന്നില്ല, ഞാൻ എത്രയും നോക്കിയിട്ട് ഇതിൽ ശിർക്ക് കാണുന്നില്ല. അവസാനം സംവാദം വെച്ചു. നാരിയ സലാത്ത് ശിർക്ക് ഇല്ല എന്ന് മാത്രമല്ല, മൂപ്പര് പറയാ നാരിയ സലാത്തിന് ഖുർആനിൽ തെളിവുണ്ട്. ഖുർആനിൽ ഇവരെല്ലാം തെളിവുണ്ടാക്കല്. നാരിയ സലാത്തിന് അത് സത്യസന്ധമാണ് എന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. എന്റെ ആയത്ത് ഏതാ ഓതിയത്? വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ഉണ്ടോ, എന്താണ് നാരിയ സലാത്തിന്റെ തെളിവ്? എന്താണ്? വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അവരെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് വഹിപ്പിക്കപ്പെട്ടിരുന്ന ആ ഭാരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ഇറക്കി വെച്ചിട്ടുണ്ട്, ചങ്ങലക്കെട്ടുകൾ അള്ളാഹുവിന്റെ റസൂൽ അഴിച്ചിട്ടുണ്ട്. ഇതാണ് നാരിയ സലാത്തിന്റെ തെളിവ്. ഇവിടെ ഇസ്റഹും എന്ന വാക്കോ അഗ്ലാൽ എന്ന വാക്കോ യളഉ എന്ന വാക്കോ ഒന്നും നാരിയ സലാത്തില്ല കേട്ടോ. നേരെ മറിച്ച് അടിച്ചേക്കാണ്. നാരിയ സലാത്ത് ശരിക്കില്ല. എന്തേ? ഖുർആനിൽ ആയത്തുണ്ട്, വയളു അൻഹും ഇസ്റഹും വൽ അഗ്ലാല. മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ ജിന്നുവാദികൾക്ക് ഒരു മടിയില്ല. അതൊരു ഫൈസൽ മുസ്ലിം മാത്രമല്ല. നാരിയ സലാത്ത് ശിർക്കല്ല എന്ന് പറയാൻ ലബ്ബ ഉസ്താദ് ആയത്ത് ഖുർആനിനാ ഓതിയത്, എന്നിട്ട് സമർത്ഥിച്ചു. പക്ഷേ നമുക്കറിയാം, മുഅ്മിനീങ്ങൾക്കറിയാം, ഇവർ ദുർവ്യാഖ്യാനിക്കുന്നതല്ല ആയത്തിന്റെ ഉദ്ദേശം. നബി ഭാരമിറക്കി എന്ന് പറഞ്ഞാൽ നബി മക്കത്തെ ലോഡിങ്ങുകാരനായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. നബി അവിടുത്തെ ഏതാണ്ട് പണ്ട് മറ്റേ തിരുവങ്ങാടി മുസ്ലിം നടത്തുന്ന പോലെ പോട്ടറായിരുന്നു. അവിടുത്തെ പോട്ടർ ലോഡിങ് ഇറക്കുന്ന ആളായിരുന്നു, അവിടെ ലോഡിറക്കാൻ നടന്ന ആളായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു അതിന് വ്യാഖ്യാനവും വിശദീകരണവും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ അള്ളാഹു ഈമാനുള്ളവരുടെ പ്രാർത്ഥന വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പിടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ ഞങ്ങൾക്ക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങളെ പിടിക്കല്ലേ അല്ലാഹ്. ഇങ്ങനെ പറയാൻ പാടില്ല. അത് കുംഭസാരമാണ്, മത്തായി തൗബയാണെന്നാണ് നമ്മുടെ ജിന്നുവാദികളുടെ കണ്ടുപിടുത്തോ. പക്ഷെ ഇന്ന് ആ കുംഭസാരം വാദപ്രതിവാദം അവസാനിക്കുമ്പോൾ ഫൈസൽ മുസ്ലിയാർ നടത്തി, ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ എൻ്റെ ഉപ്പയുടെ പ്രായമുള്ള അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, മാപ്പാക്കണം, ക്ഷമ ചോദിക്കുന്നു എന്നയാൾ പറയാ. കുംഭസാരല്ലേ, നടത്താൻ പറ്റുമോ? മത്തായി തൗബയല്ലേ. അല്ലാഹു പറയുന്നത് എന്ത്? വിശ്വാസികളായ ആളുകൾ അവര് പറയും, റബ്ബന, ഞങ്ങളുടെ നാഥാ, ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ചെയ്തിയിലോ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും അബദ്ധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മറന്ന് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങളെ പിടിക്കല്ല അല്ലാഹ്. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുൻഗാമികളായ പൂർവവേദത്തിന്റെ ആളുകളായ ആ സമൂഹത്തിന് ചുമത്തപ്പെട്ടതുപോലെയുള്ള ഭാരങ്ങളെ ഞങ്ങളുടെ മേൽ ചുമത്തല്ലേ അല്ലാഹ്. ണ്ടോ, ഞങ്ങളുടെ മുൻഗാമികളായ സമുദായങ്ങൾക്ക് ഒരുപാട് ഭാരം, അവർക്ക് ചുമത്തപ്പെട്ടിരുന്ന ഒരുപാട് നിയമങ്ങൾ, പ്രയാസകരമായ നിയമങ്ങൾ അവരുടെ മേലുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ മേൽ ചുമത്തല്ലേ അല്ലാഹ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തിറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു പഠിപ്പിച്ച് ആ ഭാരങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹു ഇളവ് ചെയ്തു കൊടുത്തു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അതിനാണ് നാരിയ സ്വലാത്തിന് തെളിവുണ്ടാക്കാൻ മറ്റേ മുസ്ലിയാർ കൊണ്ടുപോയി കിട്ടിയത്. അപ്പൊ ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്നതിന് സൂറത്തുൽ അൻആമിലെ ആയത്ത് ഫൈസൽ മുസ്ലിയാർ ഓതുമ്പോ നാരിയ സ്വലാത്ത് ശിർക്കല്ല എന്നതിന് ഇതാ ആയത്ത് ആര് ലബ്ബൈ ഉസ്താദ്. ഇവരെന്ത് ഈ ആയത്ത് കൊണ്ട് കളിക്കുന്നത്? എന്തിനാണ് ഇവർ ആയത്ത് കൊണ്ട് കളിക്കുന്നത്? മാന്യ സഹോദരങ്ങൾ, ഇവരുടെ ഗതികേട് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ എത്ര തന്നെ വളച്ചുകെട്ടിയാലും ഒരു തിന്മയെ ഒരിക്കലും നിങ്ങൾക്ക് നിലനിർത്താൻ താങ്ങി നിർത്താൻ കഴിയില്ല. ഒരു അസത്യത്തെ താങ്ങി നിർത്താൻ കഴിയില്ല. അസത്യം തകരും. അത് ആര് പണിയെടുത്താലും ശരി, അസത്യം തകരും. എത്ര ശക്തമായ കോട്ടകൾ അസത്യത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടാലും ആ അസത്യം തകരും അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോ ജിന്നുവാദികൾക്കിടയിൽ തന്നെ വലിയ തല്ല. എന്താ തല്ല്? എന്താ പറഞ്ഞത്? സക്കരിയ മൗലവി പണി നിർത്തണം എന്നാ പറഞ്ഞത്. സക്കരിയ മൗലവി പണി നിർത്തണം. കാര്യം എന്താ? ഇയാളെ കൊണ്ട് നമ്മൾ കുടുങ്ങിയെന്ന. ആരെ കൊണ്ട്? ഇയാളെ കൊണ്ട് നമ്മൾ കുടുങ്ങിയ. എല്ലാരും ചുമന്ന് ഞങ്ങൾ സംരക്ഷിക്കും സംരക്ഷണ സമിതി ഉണ്ടാക്കി കൊണ്ടുപോയതാ. ഞങ്ങൾ സമ്മതിക്കൂല. സംഘടനയുടെ ലെറ്റർ പേഡ് ദണ്ട് കൊണ്ടടിച്ച് തകർക്കാൻ ഞങ്ങൾ ഈ പണ്ഡിത ശിരോമണിയെ വിട്ടുതരില്ലാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുപോയ ആൾക്കാർ എവിടെ കൊണ്ടുപോയി കളയുന്ന ഈ സാധനത്തിന്? ലബ്ബയെ കൊണ്ടുപോയി അവിടെ ഇട്ട്, ലബ്ബയെ കൊണ്ടുപോയി അവിടെ ഇട്ട്, എവിടെയോ കൊണ്ടുപോയിട്ട് സാധു പാവം അവിടെ എവിടെയോ ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ആള് ആരാ? അടുത്തര നമ്മുടെ സക്കരിയ മൗലവിയാ. സാധു ഇപ്പൊ പ്രസംഗിക്കുന്നുണ്ട് അപ്പുറത്ത്. മനസ്സിലാക്കണം, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ 2-3 തവണ, ഒന്ന് ഇപ്രാവശ്യം കത്തിൽ ചെന്നിട്ട് അയാൾ പറഞ്ഞു, ആരോടെങ്കിലുമുള്ള ദേഷ്യം കൊണ്ട് വിരോധം കൊണ്ട് കൂടെ കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോകാം. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടായിട്ട് നമ്മുടെ കൂടെ കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് യാത്ര അയപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത്. അവർക്ക് പോകാം. ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ ഇപ്പോ അവസാനം ചെമ്മാട് വന്നിട്ട് തുറന്നു പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത് കേട്ടോ? അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ദീനരോധനം. അങ്ങനെ നിങ്ങൾ ആരെന്നെ ടാർഗറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ഇപ്പൊ ചില ആളുകൾ പറയാ നിങ്ങളെ ന്യായീകരിച്ച് ഞങ്ങൾ കുടുങ്ങി, നിങ്ങളെ പുഴക്കരി, നിങ്ങളെ ചൂണ്ടലും, നിങ്ങളെ നാര്യത്തും, നിങ്ങൾ ആരും ഇന്നെ താങ്ങണ്ട. ഇന്നെ താങ്ങിയിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടും വേണ്ട. നിങ്ങൾ പറഞ്ഞാൽ ഏതാ അയാളെ അഭിപ്രായം തന്നെ? വിട്ടാളി. വിട്ടാളി. നിങ്ങൾ ആലോചിക്കണം, ഇയാളിപ്പോ വാദപ്രയത്തിന് വരുമോ? ഇയാളും വരും. ഇവരുടെ ഗതികേട് നമ്മൾ മനസ്സിലാക്കണോ? ഗതികേടെന്നത് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഇപ്പൊ ജിന്നുവാദികൾ തന്നെ പറയാ, ഇയാളെ ഈ പറയുന്ന ചൂണ്ടലും പുഴയും ഞാറിയാത്തും ഒക്കെ കൊണ്ട് നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. മറ്റേ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. എന്ത് റബ്ബനാ വലാ തുഹമ്മിൽ അലൈനാ മാ ലാ ത്വാഖത ലനാ ബി. പടച്ചോനെ, ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്തത് ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ അല്ലാ. ഇതിനെ വഹിക്കാൻ പറ്റൂല, ഇതിനെ താങ്ങാൻ പറ്റൂല. കാര്യം ഇത് പോയി, ലെവല് വിട്ടു പോയി. ഇത് കേട്ടിട്ട് നമുക്കറിയാം ജിന്നുവാദികളുടെ അവസ്ഥ നമുക്കറിയാം. അവർക്ക് തലയുണ്ടോന്ന് തന്നെ സംശയം. ഒരൈലത്തലെങ്കിലും അവർക്ക് ഉണ്ടോ എന്നുള്ള സംശയ. കാര്യം ഇത്രയും വ്യക്തമായി, ഇത്രയും വലിയ ശക്തമായി അബദ്ധം പറയുന്ന, വിഡ്ഢിത്തം പറയുന്ന, വിഡ്ഢിത്തം പുലമ്പുന്ന, എന്ത് വിഡ്ഢിത്തം പുലമ്പിയാലും അതിന് സിന്ദാബാദ് വിളിക്കുന്ന മറ്റൊരു ജനത ഭൂമി ലോകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, തെളിവില്ല എന്ന് പറയാൻ വാദപ്രതിവാദം നടത്താവുന്ന സൗമ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുർത്തുബിയിലുണ്ടോ? ഇല്ല. ഇത് വസീലത്തു ശിർക്കാണെന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുർത്തുബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാല് എന്റെ അർത്ഥം എന്താ? തെളിവില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കോഴിച്ചിനെ മറുപടി പറഞ്ഞിട്ടില്ല. ഈ മറുപടി പറയാതെ എങ്ങനെ ജയിക്കല്? ഈ വാദപ്രതിവാദം നിങ്ങൾ എല്ലാ വാദപ്രതിവാദം ജയിക്കലല്ലേ? ഇങ്ങനെ ഒരു അയിലത്തല പോലും ഇല്ലാത്ത ഒരു ജനത, അവരാണ് ഈ ജിന്നുവാദവുമായി നടക്കുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗം. എന്നെ നേരത്തെ പറഞ്ഞ വ്യക്തിവിരോധം കൊണ്ട് തലയുള്ള ചില മനുഷ്യന്മാരും ചാടിയിട്ടുണ്ട്. അവർക്ക് ഈ ആദർശത്തിനോടുള്ള ആ വിഷയമൊന്നുമല്ല. അവർക്ക് മറ്റൊരാൾക്ക് അയാൾക്കൊരു പണി കൊടുത്താലോ ഇയാൾക്കൊരു പണി കൊടുത്താലോ എന്ന് വിചാരിച്ച് ചില തലവുള്ള ആളുകൾ ചാടി. പക്ഷേ ചില വലിയ ബുദ്ധിയുള്ളവർ വലിയ അബദ്ധം ചെയ്യും എന്ന് പറയുന്ന പോലെ വലിയ അബദ്ധത്തിൽ ഇപ്പോൾ അവർ പോയി പെട്ടത്. അപ്പൊ ഇവര് പറഞ്ഞു, എന്താ പറഞ്ഞത്?
ഇങ്ങനെ നിന്റെ ഈ പറയുന്ന പുഴയും അതുപോലെ ചൂണ്ടലും അപ്രകാരം തന്നെ നാരിയത്തൊന്നും താങ്ങാൻ കഴിയണില്ല. അപ്പൊ അതിന് ഇയാൾ മറുപടി പറയാം, ഞാൻ ഇപ്പൊ നിങ്ങളാരും നിയന്ത്രണത്തിലല്ലല്ലോ, ഒരു സംഘടനന്റെ നിയന്ത്രണത്തില്ല, ഞാൻ ആരും നിയന്ത്രിക്കാനും പോണില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ഇപ്പൊ ചില ആളുകൾ ഞാൻ പറയുക തന്നെ ചെയ്യും. ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ലല്ലോ, എന്നെന്തിനാ നിയന്ത്രിക്കാൻ പറഞ്ഞത്? ആരെ നിയന്ത്രിക്കാൻ? AP അല്ലല്ലോ, TP അല്ലല്ലോ, പിന്നെ ആരാ മൂപ്പരെ നിയന്ത്രിക്കാൻ ചെന്നത്? അങ്ങനെ എന്നെ ആരും നിയന്ത്രിക്കാൻ പറഞ്ഞ? ഞാൻ ആരുടെയും നിയന്ത്രണത്തിലല്ല. ഞാൻ ഇനിയും പറയും, പുഴയും പറയും, അതുപോലെ തന്നെ ചൂണ്ടലും പറയും, നാരിയത്തും പറയും. അവസാനം ഇപ്പൊ ബുക്കെടുക്കലാ പടി. നിങ്ങൾ അടിച്ചോക്കടി. കലൂരി കഴിഞ്ഞ സംബന്ധം ചോദിച്ചു, വസീലത്തു ശിർക്കാകുന്ന, ജിന്നോട് ചോദിച്ച ശിർക്കല്ല വസീലത്തു ശിർക്കാകുന്ന സഹായതയിട്ട് ഏതാ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എഴുന്നേറ്റ് ഒറ്റടി മറുപടിയാ, ജിന്നെ ആ ബുക്കിംഗ് എടുത്തോന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. നിങ്ങൾ അടിച്ചോക്കൂ, ജിന്നെ ബുക്കെടുത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ലാസ്റ്റ് കലൂരി ഇയാൾ പ്രസംഗിച്ചതാ, ബുക്കെടുക്കാൻ വേണ്ടി ജിന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ജിന്നെ ആ ലോറി പൊക്കി വാ, ശിർക്കാണോ? ഇല്ല, അത് ശിർക്കല്ലേ, അത് ശിർക്കെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ജിന്നിനോട് ഈ രൂപത്തിൽ ബുക്കെടുക്ക്, പേന എടുക്ക്, അതുപോലെ തന്നെ വിളക്കെടുക്ക്, മെഴുകുതിരി കൊണ്ടെത്താ, ഇത് പറഞ്ഞ ശിർക്കല്ല എന്ന് ഇപ്പോഴും പറയാ. കേട്ടോണം. അപ്പൊ ഇയാൾ ഇത് വീണ്ടും ആവർത്തിച്ചാ പറഞ്ഞു, മറ്റൊരു പറയലടാ പഹയ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയന്നെ. അവസാനം വെച്ചത് ഇങ്ങനെ സഹിക്കാൻ പറ്റൂല, താങ്ങാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ ഇയാൾ അതിന് മറുപടി പറയാ, നിങ്ങളെ ന്യായീകരിച്ച് ഞങ്ങൾ കുടുങ്ങി, നിങ്ങളെ പുഴക്കരി, നിങ്ങളെ ചൂണ്ടലും, നിങ്ങളെ നാരിയത്തും, നിങ്ങൾ ആരും ഇന്നെ താങ്ങണ്ട, ഇന്നെ താങ്ങിയിട്ട് നിങ്ങളാരും ബുദ്ധിമുട്ടും വേണ്ട. നിങ്ങൾ പറഞ്ഞാൽ ഏതാ അയാളെ അഭിപ്രായം തന്നെ വിട്ടാളി. ഞാൻ ഇപ്പൊ നിങ്ങളാരും നിയന്ത്രണത്തിലല്ലല്ലോ, ഒരു സംഘടനന്റെ നിയന്ത്രണത്തില്ല, ഞാൻ ആരും നിയന്ത്രിക്കാനും പോണില്ല. ഞാൻ ഖുർആനിന്റെ ഹദീസിന്റെ എതിരായി പറഞ്ഞ ഞങ്ങൾക്ക് ആർക്കും ചൂണ്ടിക്കാട്ട. ഞാൻ അങ്ങനത്തെ അഹങ്കാരി ഒന്നല്ല, ഏത് സാധാരണക്കാരൻ ചൂണ്ടിക്കാണിച്ചാലും തിരുത്തുന്ന ആളാ ഞാൻ. ഓ ഭയങ്കര അപാരം, മനസ്സിലാക്കണം. പക്ഷെ ജമ്മിയത്തിൽ പറഞ്ഞാൽ തിരുത്തൂല, ഏത് സാധാരണക്കാരൻ പറഞ്ഞാലും തിരുത്തുന്ന ആളാണ്. എനിക്കൊരു അഹങ്കാരം ഇല്ല, വിനയമാണ് എൻ്റെ മഹത്വം. മനസ്സിലായോ? വിനയമാണ് എൻ്റെ മഹത്വം. അതുകൊണ്ട് എനിക്കൊരു അഹങ്കാരം ഇല്ല. ആ ഒരു കുട്ടി തിരുത്താൻ പറഞ്ഞാലും ഞാൻ തിരുത്തും എന്നാ ജമ്മിയത്തിൽ പറഞ്ഞില്ലേ തിരുത്താൻ. അബ്ദുറഹ്മാൻ സലഫി വിളിച്ച് പേഴ്സണലായി പറഞ്ഞില്ലേ മോനെ തിരുത്താൻ. ഒരു ജനതയെ പിഴപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ. ഒരു സമൂഹത്തെ ശിർക്കിലേക്ക് പാകപ്പെട്ട് നിൽക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട്, അവരെ ശിർക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കരുത് എന്ന് പറഞ്ഞില്ലേ, ഉപദേശിച്ചില്ലേ. എന്നിട്ട് സ്വീകരിച്ചില്ല. മാത്രല്ല പിന്നെ കേട്ടോ, നിങ്ങളെ പ്രസംഗത്തിൽ അങ്ങനെ വന്നു, ഓ ശരി പരിശോധിക്കാം, ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു, ശരി പരിശോധിക്കാം. ആര് പറഞ്ഞാലും സ്വീകരിക്കുന്ന ആളാ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചു, അവരോടും ഞാൻ പല കാര്യങ്ങളും ചോദിച്ചറിയാറുണ്ട്. എനിക്ക് അങ്ങനത്തെ യാതൊരു അഹങ്കാരമില്ല. പക്ഷേ ചില ആളുകൾ പറയാണ്, നിങ്ങളെ പിടിച്ചിട്ട് നിങ്ങളെ ന്യായീകരിച്ച് നമ്മൾ ബുദ്ധിമുട്ടിപ്പോയി. നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ആരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി വാദിക്കാനോ വക്കാലത്ത് പറയാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. സലഫി ആദർശമുള്ള ആരോടും സഹകരിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അത് ഞാൻ ഇനിയും ചെയ്യും. പിന്നെ അപ്പൊ ആ കൂട്ടത്തിൽ സലഫി ആദർശം ഇല്ലാത്ത ഏതോ ആൾക്കാരുണ്ട്. സലഫി ആദർശമുള്ളവരോട് യോജിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാല് അക്കൂട്ടത്തിലുണ്ട് കോക്കസ്. മനസ്സിലാക്കിക്കോ, ജിന്നു കോക്കസ്. ആ ജിന്നു കോക്കസ് വല്ലാതെ ഇടപെടുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്റെ അടയാളങ്ങളും നിഴലുകളും ഇവിടെ കൈമാറിയ കത്തിലടക്കം ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവസാനം ഗതികെട്ട് വലിച്ചുകൊണ്ട് വന്നത് അല്ലേ. ഇവിടെ വാദപ്രയോഗത്തിന് വെല്ലുവിളിച്ച് വ്യവസ്ഥയൊന്നും വേണ്ട, അത് വാദപ്രയോഗത്തിന് വ്യവസ്ഥയൊന്നും വേണ്ട, വെറുതെ വെല്ലുവിളിയുമായി നടന്നു. അബ്ദുറഹ്മാൻ സലഫി തന്നെ വേണമെന്ന് വാദിച്ചു. അബ്ദുറഹ്മാൻ സലഫി ഇവരുടെ നേതാക്കന്മാരെ പോലെ, ജിന്നു നേതാക്കന്മാരെ പോലെ ഉണങ്ങിയ നേതാവല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആണത്തത്തോടെ തയ്യാറായി. വാദപ്രതിവാദത്തിന് വരില്ല എന്നായിരുന്നു പിന്നെ അബ്ദുറഹ്മാൻ സലഫി വരൂല, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ് മുങ്ങും എന്നായിരുന്നു പിന്നെ പ്രചരണം. എന്നിട്ട് ഇന്ന് വന്നില്ലേ, എന്നിട്ട് ചോദിച്ചില്ലേ, പറഞ്ഞോ, ഖുർത്തുബി കാണിച്ചോ, വായിച്ചോ. ഇവിടെ ഈ പ്രദേശത്തിനടുത്ത് പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് പരസ്യമായി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, കടപ്പുറത്ത് കൊച്ചുകൊണ്ട് പറഞ്ഞു, വാ ഖുർത്തുബിയും കൊണ്ടുവാ, വായിക്ക്, എവിടെ വസീലത്തു ശിർക്ക്, കൊണ്ടുവന്ന് എന്റെ മുന്നിൽ വെച്ച് വായിക്കാമോ ചോദിച്ചു. ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് പറഞ്ഞോ ഇത് വസീലത്തു ശിർക്കാണെന്ന്? ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്റെ മുന്നിൽ വെച്ച് വായിക്കാമോ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു. എന്നിട്ട് പിന്നെ പലതും പറഞ്ഞാണ്. ഇന്നിപ്പോ വന്നിട്ട് പറയാണ് അത് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല, ഖുർത്തുബിയിലില്ല. മനസ്സിലാക്കണം. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നത് കേട്ട് അതിൻ്റെ പേരിൽ മാത്രം ജിന്നുവാദം ഉപേക്ഷിച്ച് വന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരം നമ്മൾ കേട്ടു. മാന്യ സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനിനെ നിസ്സാരമായി കാണുകയും അതുപോലെ തന്നെ അതിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ ഖുർആൻ അവതരിപ്പിച്ച നാഥൻ അവന്റെ താക്കീതിന് നമ്മൾ ഭയപ്പെടണം. ഖുർആൻ അവതരിപ്പിച്ചത് അള്ളയല്ലാത്തവരെ വിളിക്കാനോ വിളിച്ചാൽ ശിർക്കല്ലെന്ന് പറയാനോ അള്ളയല്ലാത്തവരോട് തേടാൻ ഉള്ള വാദം സമർത്ഥിക്കാനോ ഒന്നുമല്ല. അല്ലാഹുല്ലദീ നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മഥാനിയ. അല്ലാഹു സദൃശ്യങ്ങളായ ആ ആയത്തുകൾ, അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ കിതാബായ ഖുർആനിൽ ഏറ്റവും നല്ല അഹ്സനുൽ ഹദീസ് എന്ന നിലക്ക് അവതരിപ്പിച്ചു തന്നു. ആ ആയത്തുകൾ കേട്ട് നിങ്ങളുടെ തൊലികൾ അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഭയപ്പെട്ടുകൊണ്ട് വിറക്കുകയും മാത്രമല്ല നിങ്ങളുടെ ഖൽബും നിങ്ങളുടെ ശരീരവും അള്ളാഹുവിലേക്കുള്ള ദിക്റിലായി വീഴുകയും ചെയ്യുവാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള ദിക്റിനായി അല്ലാഹുവിലേക്ക് തിരിയുവാൻ വേണ്ടി, തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടി, വിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചു തന്ന പ്രമാണത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അത് ശിർക്കിന് തെളിവാക്കുന്ന, അതുപോലെ അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തെളിവാക്കുന്ന ഈ പരിപാടികളിൽ നിന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ ഒഴിഞ്ഞു നിൽക്കുകയും തൗഹീദിന് വേണ്ടി വാദിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹാമുന്നേറ്റങ്ങളിൽ ഒന്നായി ഇന്നത്തെ സംവാദം മാറുകയും ഇൻഷാ അല്ലാഹ് തുറന്നുള്ള ദിനങ്ങളിൽ ഈ ശിർക്കൻ വാദങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ പ്രവർത്തകരും രംഗത്തിറങ്ങുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജാമിഅയുടെ ദഅവാ സമ്മേളനം വരികയാണ് ഡിസംബറിൽ. ആ മഹാസമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം, അധ്വാനിക്കണം, അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. എല്ലാ നിലക്കും ഈ മഹാപ്രസ്ഥാനത്തിന്റെ സർവ്വ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങാകണം. എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.